നമസ്കാരം ഗൈഡ്സ്. നമുക്ക് 4 മണിക്കുള്ള ഒരു ചക്കട ഉണ്ടാക്കി നോക്കിയാലോ. അത് നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ ചക്ക വേവിച്ച് ഇത്തിരി നെയ്യൊക്കെ ആക്കി വരട്ടി വെക്കും. അപ്പം നമുക്ക് ആവശ്യാനുസരണം കുട്ടികൾ വരുന്ന നേരത്തിനായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാവ് പൊടി ഇട്ടിട്ട് അതിൽ ചക്ക ഇട്ട് നല്ലോണം കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടത്ത് പല രീതിയിൽ ചെയ്യും. പിന്നെ നമുക്കതിലേക്ക് ഇത്തിരി നാളികേരം ഇട്ട് അതും നല്ലോണം കുഴച്ച് കൊടുക്കണം. കുഴച്ച് കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം വെച്ച് പോയി ഇലയൊക്കെ എടുത്ത് വന്നു നമുക്ക് ആവശ്യത്തിന് ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ, അത് വെച്ച് നമുക്ക് ഇല എടുക്കാം. ഇല എടുത്ത് അത് നമ്മൾ നല്ലോണം അതിലേക്ക് പരത്തി വെച്ച് നമ്മളെ ഇത് എല്ലായിടത്തേക്കും യോജിപ്പിച്ചൊക്കെ കൊടുക്കണം. ഇത്തിരി കനം കുറച്ചാക്കിയാൽ നമുക്ക് നല്ല ഇതായി കിട്ടും. കനം കൂടിയ ഇത്തിരി വേവാനൊക്കെ ഇത്തിരി പ്രയാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാ ഇതും നമുക്കിതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് ഇലയിൽ പരത്തണം നല്ല രീതിയിൽ. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചക്കയുടെ വരട്ടി വെച്ചതായ കാരണം ഇത്തിരി വെള്ളം കൂടിയ പോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് അമർത്തി കൊടുക്കാനായിട്ട് ഇത്തിരി പ്രയാസമുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇത് എല്ലാതും ആക്കി കഴിഞ്ഞു. അപ്പോൾ ഇതേ ഇഡ്ഡലി ചെമ്പിൽ വെച്ചു ആവി കയറ്റാനായിട്ടാണ് വെക്കണത്. അപ്പോൾ ഇതിങ്ങനെ പരത്തി സൈഡൊക്കെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ മുകളിൽ ഒരു പാത്രം കൂടി വെച്ച് അടച്ചു കൊടുത്താൽ ഒന്നും കൂടി എയർ ടൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഇപ്പോൾ പാത്രം വെച്ച് അടച്ചു. പിന്നെ അതൊക്കെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ തുറന്ന് അതിൻ്റെ ശരിയായോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആവി ഇങ്ങനെ തള്ളണ് കണ്ടോ. അപ്പോൾ അതിന് പതുക്കെ എടുക്കണം. എടുത്ത് നമ്മുടെ ചക്കട റെഡി ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. 4 മണി ആവാറായി. എൻ്റെ കുട്ടികൾ വന്നു. ഞാൻ അവർക്ക് കൊടുക്കാനായിട്ട് എടുക്കുക.